മുൻ രാഷ്ട്രപതി ശ്രീ APJ അബ്ദുൽ കലാം ലോകത്ത് അറിയപ്പെടുന്ന ഒരു സയന്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ഒരു ദിഷണാശാലിയായിരുന്നു, നല്ല പ്രഭാഷകനായിരുന്നു, പുസ്തകം എഴുതും, ധാരാളം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിലെ ബഹുമുഖ പ്രതിഭ കണ്ടെത്തിയ അദ്ദേഹത്തിന്റെ ഒരു സാറിനെ കുറിച്ച് അദ്ദേഹം വളരെയധികം വാചാലമാകുമായിരുന്നു. തൻ്റെ ആദ്യകാലത്തെ പഠനങ്ങളും ഗവേഷണങ്ങളും കൊണ്ടു കൊടുക്കുമ്പോൾ അതിലെല്ലാം ധാരാളം തെറ്റുകൾ ഉണ്ടായിട്ടും ആ തെറ്റുകളെല്ലാം മറച്ചു വെച്ചിട്ട് തന്നിലെ പ്രതിഭയെ മനസ്സിലാക്കി ആവശ്യമായ സഹായം ചെയ്തുമായിരുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളെ നാട്ടിൽ എന്തുമാത്രം പ്രതിഭകളുണ്ട്, കൊച്ചു കുട്ടികൾ വരെയുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അബ്ദുൽ കലാമുമായി നേരിട്ട് കത്തിടപാടിലൂടെ കത്തെഴുതാമായിരുന്നു. അത്രമാത്രം കുഞ്ഞുങ്ങളെയും പ്രതിഭകളെയും വളർത്തുന്നതിൽ ഉത്സാഹം കാണിച്ചിരുന്നു അബ്ദുൽ കലാം സാർ. നമ്മൾ ആലോചിക്കുക, ആൽമരം പോലെ വളർന്ന ഒരുപാട് പണ്ഡിതന്മാരും സാഹിത്യകാരന്മാരും എഴുത്തുകാരും കലാകാരന്മാരും സിനിമാക്കാരും എല്ലാവരും ഉണ്ട് ഇവിടെ. പക്ഷെ പുതിയ പ്രതിഭകൾക്ക് വളർന്നു വരണ്ടേ? അവരോട് എക്സ്പീരിയൻസ്, ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചോദിച്ചാൽ ഉടൻ ചോദിക്കുന്നത് എക്സ്പീരിയൻസ് എന്താണെന്നാണ്. എക്സ്പീരിയൻസ് കിട്ടുന്നത് എങ്ങനെയാണ്? എവിടെയെങ്കിലും ജോലി ചെയ്താലല്ലേ എക്സ്പീരിയൻസ് കിട്ടുകയുള്ളൂ. ലോകത്ത് ഒരു രാജ്യത്തും ഇല്ലാത്തൊരു ശൈലിയാണ് നമ്മുടെ രാജ്യത്ത്. എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്, പക്ഷെ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിലോ ഒരു ജോലി കിട്ടണ്ടേ? അമേരിക്കയിൽ ചെന്ന് നോക്കൂ, ക്രിയേറ്റീവായിട്ട് ആളുകൾക്കാണ് അവിടെ പ്രസക്തി. വർഷങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ട് ഞാൻ ഇത്ര വർഷം ജോലി ചെയ്തു, അതൊന്നും പ്രസക്തമല്ല. ക്രിയേറ്റീവായി ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ നമ്മളുടെ ഒരു കൈ, ഒരു സഹായം, ഒരു കൈത്താങ്ങ് താഴെയുള്ളവർക്ക്, പ്രായം കുറഞ്ഞവർക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. നിർഭാഗ്യവശാൽ അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. ഞാൻ മറ്റൊരു ചെറിയ ഉദാഹരണം പറഞ്ഞത് മനസ്സിലാക്കാം. ഗവേഷണ മേഖലയിലും പഠന മേഖലയിലും ഒക്കെ ധാരാളം ആളുകൾ എഴുതാറുണ്ട്. പത്രങ്ങളിലും ലേഖനങ്ങളും ഒക്കെ ധാരാളം എഴുതാറുണ്ട്. പക്ഷെ എഴുതുമ്പോൾ വേണമെങ്കിൽ ഒരു പ്രതിഭയായിട്ടുള്ള, എഴുതാൻ കഴിവുള്ള, അല്ലെങ്കിൽ നമ്മൾ സഹായിച്ചാൽ കയറി വരുമെന്ന് താല്പര്യമുള്ള, അല്ലെങ്കിൽ കഴിയുന്ന ആരെയെങ്കിലും കൂടെ കൊണ്ട് പേര് കൂടി വെച്ച് മുതിർന്നവർ എഴുതിയാൽ പിന്നെ അവർ സ്വതന്ത്രമായി എഴുതിക്കോളും. അങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കാൻ കഴിയില്ലേ? അപ്പോൾ ഒരു കൈത്താങ്ങ് കൊടുക്കാൻ, മറ്റൊരാളിലെ പ്രതിഭയെ കണ്ടെത്താൻ നമുക്ക് കഴിയണം. അങ്ങനെ ഓരോരുത്തരും സഹായിച്ചു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. പക്ഷെ നിർഭാഗ്യവശാൽ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെയോ ഏതിൻ്റെയെങ്കിലും പേരിൽ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ പേരിൽ ആരെങ്കിലുമൊക്കെ മുന്നിൽ വന്ന് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാളിനെയും സഹായിക്കാത്ത സ്ഥിതി പലപ്പോഴും കാണാറുണ്ട്. അത് 70 വയസ്സായാലും 80 വയസ്സായാലും എത്ര വയസ്സായാലും സഹായിക്കാത്ത സ്ഥിതി നമ്മൾ പലരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും സർഗപ്രതിഭകളായി അവർ പറയും കഷ്ടപ്പെട്ടായിരിക്കും അവർ കടന്നു വന്നത്, അതുകൊണ്ട് മറ്റുള്ളവരും കഷ്ടപ്പെട്ട് തന്നെ വരണമെന്ന് നിർബന്ധം പിടിക്കാതെ ഒരു കൈത്താങ്ങ് കൊടുക്കുക, ഒരു കൈ സഹായിക്കുക, ഒരു നന്മയുടെ വശം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ധാരാളം പ്രതിഭകളെ സൃഷ്ടിക്കുവാൻ കഴിയും.